എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം T20 മത്സരത്തിന് വേദിയായ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം രാജ്യത്തിനൊരു വിജയം നൽകിയെങ്കിലും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. മത്സരശേഷം ടീം ഇന്ത്യയുടെ പരിശീലകൻ ഗൗതം ഗംഭീറും യുവതാരം ശുഭ്മാൻ ഗില്ലും തമ്മിലുണ്ടായ തർക്കങ്ങളും താരത്തിന്റെ പ്രസ്താവനകളും ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ബൌളർമാർ ആധിപത്യം സ്ഥാപിച്ചു. തണുത്ത കാറ്റിനും സ്വിംഗിനുമിടയിൽ കൃത്യതയോടെ പന്തെറിഞ്ഞ ഇന്ത്യൻ ബൌളർമാർ ദക്ഷിണാഫ്രിക്കയെ വെറും 117 റൺസിന് ഒതുക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ക്രീസിലെത്തി. ചെറിയ ലക്ഷ്യമായിരുന്നിട്ടും ഈ റൺ ചേസ് ടീമിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിൽ നിർണായകമായിരുന്നു. അഭിഷേക് ശർമ്മ ആദ്യ ഓവർ മുതൽ ആക്രമണോത്സുകതയോടെ കളിച്ചു. 18 പന്തിൽ 35 റൺസെടുത്ത അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സ് ഇന്ത്യയ്ക്ക് അനുകൂലമായി മത്സരം മാറ്റി. എന്നാൽ മറുവശത്ത് ശുഭ്മാൻ ഗില്ലിന്റെ സമീപനം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഈ പരമ്പരയിലെ 3-ാം മത്സരത്തിലും ഗിൽ റൺ കണ്ടെത്താൻ ബുദ്ധിമുട്ടി. 28 പന്തുകളിൽ നിന്ന് 28 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. T20 ഫോർമാറ്റിൽ ഗിൽ കാഴ്ചവെച്ച ഈ മെല്ലെപ്പോക്ക് സ്ട്രൈക്ക് റേറ്റ് വീണ്ടും ചോദ്യചിഹ്നമായി. അഭിഷേക് ശർമ്മ 60 റൺസ് എന്ന നിലയിൽ പുറത്തായതോടെ ഡ്രസ്സിംഗ് റൂമിൽ കോച്ച് ഗൗതം ഗംഭീറിന്റെ മുഖത്തെ അതൃപ്തി വ്യക്തമായിരുന്നു. പിന്നാലെ 92 റൺസ് എത്തിയപ്പോൾ ഗില്ലും പുറത്തായി. ഇതോടെ ഗില്ലിന്റെ T20 സ്ഥാനത്തെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു. തുടർച്ചയായ 3-ാം മത്സരത്തിലാണ് ഗില്ലിന് തിളങ്ങാൻ കഴിയാതിരുന്നത്. മത്സരം ഇന്ത്യ വിജയിച്ചെങ്കിലും ഡ്രസ്സിംഗ് റൂമിൽ കളിക്കാർ മടങ്ങിയെത്തിയതോടെ അന്തരീക്ഷം മാറിമറിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. ലഭിക്കുന്ന വിവരമനുസരിച്ച് അകത്തേക്ക് പ്രവേശിച്ച ഉടൻ കോച്ച് ഗൗതം ഗംഭീർ ശുഭ്മാൻ ഗില്ലിനോട് രൂക്ഷമായി പ്രതികരിച്ചു. ഗില്ലിന്റെ മോശം പ്രകടനത്തെയും സമീപനത്തെയും ഗംഭീർ ചോദ്യം ചെയ്തു. ഇതുകേട്ട് ഗിൽ നിയന്ത്രണം വിട്ടു പൊട്ടിക്കരഞ്ഞെന്നും സീനിയർ താരങ്ങൾ ഇടപെട്ട് സാഹചര്യം ശാന്തമാക്കാൻ ശ്രമിച്ചെന്നും സൂചനയുണ്ട്. മത്സരശേഷം നടന്ന പത്രസമ്മേളനത്തിൽ ശുഭ്മാൻ ഗിൽ നടത്തിയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ശാന്തമായ എന്നാൽ ഭാരമേറിയ ശബ്ദത്തിൽ ഗിൽ ഇപ്രകാരം പറഞ്ഞു: "ഇതെന്റെ തെറ്റാണ്. ക്രീസിൽ സെറ്റായ ശേഷം ഞാൻ എന്റെ വിക്കറ്റ് വലിച്ചെറിഞ്ഞു. ഞാനിത് നിഷേധിക്കുന്നില്ല. അതേസമയം ധർമ്മശാലയിലെ പിച്ച് ബാറ്റിംഗിന് അത്ര എളുപ്പമായിരുന്നില്ലെന്നും പന്ത് നിന്നു വരികയായിരുന്നു എന്നും ഗിൽ കൂട്ടിച്ചേർത്തു. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കോച്ച് ഗൗതം ഗംഭീറിനെക്കുറിച്ചുള്ളതായിരുന്നു. ഗിൽ കോച്ചിന്റെ പേര് പറയാതെ വിമർശിച്ചു. അതിങ്ങനെയായിരുന്നു: "ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം അമിതമായി സമ്മർദ്ദം നിറഞ്ഞതാണ്. ചില സമയങ്ങളിൽ ക്രിക്കറ്റിനേക്കാൾ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് തോന്നും." ഗംഭീറിനെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള കോച്ചെന്നും ഗിൽ വിശേഷിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഗില്ലിന്റെ ബാറ്റിംഗിനെ വിമർശിച്ചുകൊണ്ട് ഗംഭീർ: "ഈ ചെറിയ ലക്ഷ്യത്തിൽ പോലും നിങ്ങൾ മത്സരം നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അത് T20 മനോഭാവമല്ല. ടീമിലെ സ്ഥാനം പേരിലല്ല പ്രകടനത്തെ ആശ്രയിച്ചാണെന്ന് പറഞ്ഞതായും വിവരങ്ങളുണ്ട്." ഇതു കേട്ടാണ് ഗിൽ പൊട്ടിക്കരഞ്ഞതെന്നാണ് റിപ്പോർട്ട്. ഈ പ്രസ്താവനയോടെ ക്രിക്കറ്റ് ലോകം രണ്ടായി തിരിഞ്ഞു. ഗംഭീറിന്റെ കർശന നിലപാടിനെ പിന്തുണയ്ക്കുന്നവരും ശുഭ്മാൻ ഗില്ലിനെ പിന്തുണയ്ക്കുന്നവരും. ധർമ്മശാലയിൽ ഇന്ത്യ വിജയിച്ചെങ്കിലും ടീമിനുള്ളിൽ എല്ലാം ശരിയല്ല എന്നതിന്റെ സൂചനകളാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. വരും ദിവസങ്ങളിൽ ടീം മാനേജ്മെന്റ് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇവിടെ ഉയർന്ന ചോദ്യം ഇതാണ്: തുടർച്ചയായ മോശം പ്രകടനങ്ങളുടെ പേരിൽ ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. എന്നാൽ ടീമിന്റെ ഈ വിജയം ടീമിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതായിരുന്നു. ഇതിനെ പാക് ഇതിഹാസങ്ങൾ വരെ വാഴ്ത്തി. ഇന്ത്യ ഏറ്റവും അപകടകാരികളായ ടീമാണെന്ന് വരെ പ്രശംസിച്ചു. ഇന്ത്യയുടെ തകർപ്പൻ പ്രകടനത്തെ പ്രശംസിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളായ ഇൻസമാം ഉൽ ഹക്കും ഷോയിബ് അക്തറും രംഗത്തെത്തി. അതിൽ ഇൻസമാം ഉൽ ഹക്ക് പറഞ്ഞത്: "ഇന്ത്യയുടെ വിജയം ടീം വർക്കിന്റെ ഫലമാണ്. ഇന്ത്യൻ ബൌളർമാർ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു. സൂര്യകുമാരിന്റെ ക്യാപ്റ്റൻസി കൃത്യമായ പ്ലാനിംഗ് ഉള്ളതാണ്. ഇന്ത്യയുടെ ബെഞ്ച് സ്ട്രെങ്ത്തും ദീർഘകാല പദ്ധതികളും വളരെ ശക്തമാണ്. വരാനിരിക്കുന്ന ലോകകപ്പിലെ ഏറ്റവും വലിയ കിരീട സാധ്യത ഇന്ത്യക്കാണെന്നും അദ്ദേഹം പറഞ്ഞു." ഷോയിബ് അക്തർ ആവട്ടെ: "ഇന്ത്യ നിലവിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരികളായ ടീമാണ്. ഇന്ത്യൻ ബൌളർമാരുടെ തീവ്രത എന്നെ എന്റെ പഴയ കാലം ഓർമ്മിപ്പിക്കുന്നു. സൂര്യകുമാർ യാദവ് കളിക്കാരെ ഭയപ്പെടുത്തുന്നില്ല, മറിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. ലോകകപ്പിൽ ഇന്ത്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും പാകിസ്ഥാൻ BCCIയുടെ മാതൃകയിൽ നിന്ന് പഠിക്കണമെന്നും അക്തർ കൂട്ടിച്ചേർത്തു. എന്തായാലും വരും മത്സരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഗംഭീറുമായുള്ള ഈ വിവാദത്തെക്കുറിച്ചും ശുഭ്മാൻ ഗില്ലിന്റെ സ്ഥാനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.